നമുക്കൊരു തുണിയാണെങ്കിൽ ആ തുണിയിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ, ഒരു ചാക്കാണെങ്കിൽ അതിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഒരുപാട് ബോഡികൾ ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഞങ്ങള് കണ്ടിട്ട് എടുക്കാതെ പോകും. നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ, ചുമക്കാൻ പറ്റുള്ളൂ. പക്ഷെ നാളെ രാവിലെ പോകണം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഞങ്ങളെ ക്യാപ്റ്റന്മാരുണ്ട്. അവിടുത്തെ നാട്ടുകാരെ നമ്മോട് പറയാണ് എന്താ വെച്ചാൽ മേലക്ക് ബോർഡുകൾ കിടക്കുന്നുണ്ട്, ഒരുപാട് ബോർഡുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ചില അതിന് നമ്മളെ കയ്യിലില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരനാണ്. ഇപ്പൊ നമ്മളെ വയനാട് കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇവരുടെ ഇപ്പോഴത്തെ ഫേസും കാര്യങ്ങളും ചിലപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിൽ ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ നമ്മളവിടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ആളുകളെ ഫുൾ ബോഡി ആയിട്ട് വന്നിട്ടുള്ളൂ. പലതും പാർട്സ് ആയിട്ടാണ് വരുന്നത്. മിക്കവാറും ആളുകളുടെ ഹെഡ് എല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മുഖം ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. എൻ്റെ കുടുംബത്തിൽ 11 പേരാണ് പോയിട്ടുള്ളത്. 2 പേര് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തുകൾ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാത്തു നിൽക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ പറ്റും.